പെരിയപ്പല്ല വാസു അണ്ണൻ. നിനക്ക് പെരിയപ്പാന്ന് വിളിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വിളിച്ചോ. അത്ര ഉള്ളേ അത്ര ഉള്ളമാര് പോന്നാ പാടാ. അണ്ണാ ചന്ദ്രു എക്സ്റ്റാറ്റ് നോക്ക്. എടാ കേക്ക കേക്ക കേക്ക. ഹലോ 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 ഹലോ. വാ 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 അകത്തോട്ട് വാ അകത്തോട്ട് വാ. ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ അളിയാ. കേക്കാമോ? ഹലോ 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 കേക്കടാ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് അന്നേരം അറിയായിരുന്നു. എടാ ഹെലി കൊണ്ട് അതാ പറഞ്ഞു ഈ കണ്ണാപ്പിക്ക് ഓടിക്കാറ് കൽപ്പട്ടിയുടെ കാര്യം. എടാ ബാല കേക്കുന്നുണ്ടോടാ? എടാ ആരാ ഹെലി കൊടുത്തേ? എടാ വെറുതെ നോക്കാവല്ലടാ പരിപാടി ഷോ നോക്കല്ലേടാ. അത് കൺട്രോൾ പോയതാണ്. ഇതാക്കിയൊന്നുമല്ല, അത് ചെരിഞ്ഞു പോയതാണ്. പറഞ്ഞതല്ലേ കൺട്രോള് പോയതാണ്. ഹെലിക്ക് എന്താ കംപ്ലൈന്റ്? മറ്റേ ഡാമേജ് എലിയാടാ അത്. ഗ്യാസില്ലേ? ഇതാരെ കണ്ണാപ്പി കാണുന്നില്ലല്ലോ. ഇവനെന്ത് നീയാണ് ഇടിച്ചത്? അല്ല എന്നെ ആരും അല്ല എനിക്ക് കാണിച്ചില്ല. ഇതെന്താ മേക്കപ്പ് ഇട്ടില്ലെന്ന്? ചെറുപ്പല്ലേ ഇപ്പൊ? ഓൾഗഡല്ലേ? ഹെലി നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വാ. ഹലോ അപ്പൊ റോളില്ലാതെ ഇവർക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല റേഡിയോയില്. എനിക്ക് റോളുണ്ട് എനിക്ക് റോളുണ്ട്. റോഡിൽ നിൽക്കണ്ട. കയ്യിലൊന്നുമില്ല കയ്യിലൊന്നുമില്ല. ഒന്നുമില്ല. റേഡിയോ തരും ഒരാള്. റേഡിയോ എടാ റേഡിയോ എക്സ്ട്രാ ആരുടെ കയ്യിൽ ഉണ്ടാവൂല. എന്റെ പറഞ്ഞു ഇവന്റെ ഉണ്ടാവും. ഒരു റേഡിയോ താടാ. FPS മാറ്റുവന്നോ? FPS മാറ്റുവന്നോ? എന്താ ചോദിച്ചാ? ഓ ഇതാണോ T/FPS ബെറ്റർ ഗ്രാഫിക്സ്? ഇത് ഇടുമ്പോ ഒരുമാതിരി മഞ്ഞ കളറിൽ ഇരിക്കൂടെ. ഇത് കണ്ടാ ഇത് കണ്ടാ ഇത് ഇടുമ്പോ ഒരുമാതിരി മഞ്ഞ കളറിൽ ഇരിക്കും. ശോകമാണ്. എടാ ബാക്കി എല്ലാവർക്കും കയറാൻ പറ്റത്തില്ലെങ്കിലേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ഗ്യാങ്ങർ ഇല്ലാത്ത റേഡിയോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. നമുക്ക് റോളുണ്ട് പക്ഷെ ഇതില്ല. റേഡിയോ ഇല്ല. റേഡിയോ ഇല്ല. എന്റെ കൈ കാണുന്നു. ഹലോ ഹലോ ഹലോ
കേക്കടാ കേക്കാം വാ 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 മാറ്റിട്ടതാ ചന്ദ്ര നീ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്, ഇപ്പം ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. സീരിയസ് ആയിട്ടുണ്ട്. ഞാൻ എന്താ പറയാ, കയ്യുന്നു പെട്ടെന്ന് കയ്യുന്നു. ചായനെയും സരക്കിനെയും അവരെല്ലാരും ഒടിച്ചിട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കയ്യുന്നു. എത്രയൊക്കെ നമ്മള് ഒരുമിച്ച് നമ്മള് എത്ര ഉണ്ടാവും 5 വർഷം നമ്മള് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ചുറ്റി കിടന്നത്. അയ്യോ എടാ എലിയെടുത്ത് വരാൻ പറഞ്ഞല്ലടാ. എലിയെടുത്ത് എല്ലായിടത്തും പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞിട്ട് പകലാക്കാൻ പറ ബ്രോ. അങ്ങനെ ചെയ്യൂല്ലോ ബ്രോ സിറ്റിയില്. പക്ഷെ നിന്റെ അല്ലെന്നേ ഉള്ളു. എലി എന്ത് ഇന്നൊരു ദിവസം അകത്ത് കയറാം കേട്ടാ. വന്ന് കേറിക്കോ. ഈ കൊക്കൻ കൊരങ്ങനൊക്കെ പറ്റത്തില്ലേ? കുറുപ്പിനാണ് സംസാരിച്ചത്. സംസാരിച്ചങ്ങട്. എടാ നിങ്ങള് വെറുതെ വണ്ടി ഇടിച്ച്. ഹലോ ജനിച്ചു വീണോ? ഇതാക്കല്ല അങ്ങോട്ട് അകത്തോട്ടോ എല്ലാരും അകത്തോട്ടോ. വീട്ടിൽ താഴെ വാ. നമ്മൾ നിന്നെടുത്തോ. എടാ ഇത് ചന്ദ്രൻ എവിടെ? എടാ അകത്തോട്ട് വാടാ. ബാബുനെ വിളിക്കടാ. ബാബു എറണാകുളത്ത് എന്തോ പോയേക്കുവാണെന്നാ തോന്നുന്നത്. ബാബു എറണാകുളം പോയേക്കാണ് ഗൈസ്. അത് കുറുപ്പിന്റെ സൗണ്ട് അങ്ങനെയാ. കേട്ടിട്ടില്ലല്ലോ അതിട്ട് സംസാരിക്കുന്നത്. അറിയാന്നുള്ളവർ തന്നെ എടുക്കണേ കേട്ടാ, അല്ലെങ്കിൽ നേരത്തെ പോലെ ഞാനില്ലേ പ്രോ റൈഡർ. അയ്യോ ഞാൻ നിന്റെ ഹെലി ഓടിക്കാൻ അറിയാവുന്നവര് മാത്രം എടുക്കുക കേട്ടാ. അല്ലാതെ വെറുതെ ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ വീടിന്റെ ഫ്രണ്ട് നിൽക്കുന്നത്. ഇനി അകത്തോട്ട് കയറത്തില്ലെന്നാ പറയുന്നത്. അറിയത്തില്ല ഹിന്ദിയൊക്കെ പറയുന്നത് വാസവനെ. ഇതേതോ ബംഗാളി. ശരിക്കും ഓടി വരൂ. മയില് എത്തണില്ലല്ലോടാ ഞാൻ. വേറെ ഡ്രസ്സൊന്നും അല്ലെന്ന് സെറ്റില്. അയ്യോ മലയാള ഭാഷ എപ്പ എത്തി? മല്ലി ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ച ഗ്യാങ് ഹൗസും കേവിയൊക്കെ വിറ്റുന്നേ. എപിയും കേവിയിലെ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നേ. ഇത് എക്സ്പയർ ചെയ്തല്ലേ? കമ്പനി പുതിയ മോഡലായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ട് നമ്മൾ തിരിച്ചെടുത്ത്. കൊരങ്ങൻ കൊക്ക് മൂന്നേരം വന്നിരിക്കുന്ന എല്ലാത്തിനും വിളി. അകത്തോട്ട് കയറ്റ്. എനിക്കറിഞ്ഞൂടാ ബാബു. ആന കൊക്ക് ഇതൊക്കെ ഞാൻ ചന്ദ്രന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ചോളാൻ പറഞ്ഞപ്പോ ഇവരൊക്കെയാണ് വന്നത്. മനസ്സിലായ? കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അങ്ങനെ പോലും മള്ളി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മള്ളിക്ക് എങ്ങനെയുണ്ട് വിശേഷം? പെട്ടെന്ന് എന്താ ബംഗാളിന്ന് വന്നത്? മുള്ളി അർജന്റ് നാട്ടിലോട്ട് വരണം. ചന്ദ്രൻ ജനിച്ച ദിവസമല്ലേ? ബംഗാളിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? അവിടെ മള്ളി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അച്ഛനൊക്കെ എന്താ എന്റെ പറയാതെ വിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വിറ്റില്ല ബാബു. വിറ്റില്ലേ? ഇല്ല. പിന്നെ അച്ഛനെന്താ പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ വന്നായിരുന്നു. വന്നപ്പോ ഇവിടെ ഫുള്ള് അപ്പാപ്പൻ കേവിലെ പിള്ളേർ നിൽക്കുന്നു. ഞാൻ തിരിച്ചു പോയി. വിറ്റെന്ന് വിചാരിച്ചാ?
ഞാൻ വിറ്റെന്ന് വിചാരിച്ചു, നല്ല പൈസ കൊടുത്താണെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ആളില്ലാത്തപ്പോ നമ്മൾ കുറച്ച് ദിവസം ലീസിന് കൊടുത്തായിരുന്നു. ഓ അങ്ങനെ. ഓ തിരിച്ചു മേടിച്ച് തിരിച്ചു മേടിച്ചാലേ പിന്നെ അല്ലാതെ നമ്മള് കഴിഞ്ഞോട്ടെ ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് പരിപാടിക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഒന്നും നടന്നില്ലല്ലോ, അടിയായില്ലേ, ഓർമ്മയില്ലേ? മനസ്സിലായി മുള്ളി, നമ്മളെ വലിയൊരു കട എഴുതി കൊടുത്തത് ഓർമ്മ ഉണ്ടോ? ഓ കട എഴുതി കൊടുത്തിട്ട് പിന്നെ വന്ന് തള്ളക്കിളി ഓർമ്മയുണ്ടോ? എഴുതി കൊടുത്താലോ എനിക്ക് മറക്കാൻ പറ്റാത്തത്, വന്ന് തള്ളക്കിളി ഇപ്പഴും ഞാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ഭാഷയില് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു ആൾക്കാര്, തമിഴ്നാട്ടിൽ വിളിക്കുമല്ലോ, ഫുൾ ടൈം അവിടെയല്ലേ കിടക്കണത്. പിന്നെ അല്ലാതെ മുള്ളി കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തപ്പോ പഴയ ഒരു 100 പേരുണ്ട്, ഇത്തവണ നല്ല ചെയ്തപ്പോ പഴയ ആരെങ്കിലും പറഞ്ഞാൽ നോക്കിക്കോളേ. അതെ അതാണ് എനിക്ക് അറിയേണ്ടത്. ഇത് എനിക്ക് അപമാനമായി. എല്ലാരും വണ്ടിക്കകത്ത് കയറുവാടാ, എല്ലാരും. ശബ്ദം വിട്ടു പോകാൻ കേട്ടില്ല. PL അടിച്ച് പ്ലീസ് എടാ, ഡീലേഴ്സ് അടിക്കുന്നവനെ ഞാൻ കാല് പിടിക്കാം. ഞാൻ വേണം നിന്റെ കൂടെ വീട്ടിൽ വന്ന് 2-3 ദിവസം നിക്കാം. പ്ലീസ് ഇന്ന് അടിക്കരുത്. ഞാൻ 3 ദിവസം വീട്ടിൽ വന്ന് നിക്കാം. എന്ത് വേണേ ചെയ്തോളാം, പറയണം എന്ത് വേണേ ചെയ്യാൻ ഞാൻ. പ്ലീസ് ഞാൻ പറയണ എന്ത് വേണേ ചെയ്തോളാം. എടാ PL ഒന്ന് നോർമൽ ആവട്ടെ. PL ഹെലികോപ്റ്റർ കുറച്ച് മാറ്റി എന്താ ഇത്ര പ്രോപ്പിന്റെ കണ്ട് വെച്ചോണ്ട് അതിന്റെ അല്ല സെർവറിന്റെ എടാ അവരൊക്കെ എന്തിനാ സരക്ക് സൂര്യബോസൊക്കെ എലി എടുത്തോണ്ട് പോകുന്നത്. നാട്ടിലെത്തിയിട്ടേ കാട്ടിലെത്താറുള്ളൂ തോന്നുന്നു. തുടങ്ങിയാലോ? ആന, ചിമ്പാൻസി, കൊക്ക്, അതെ, ഞാൻ ഈ കൂട്ടത്തിൽ പെടത്തില്ല. ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. ആണാ? സുഖാണാ? ആ സുഖം. പുള്ളിക്കാരുടെ സ്കൂളിലത്തെ പനിനീര് തെളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. 5-ാം കാലെടുത്ത് അങ്ങോട്ട് വീശ് പനിനീര്. അതല്ലേ വീശാൻ പറഞ്ഞതല്ലേ? പാപ്പ പറയുന്നത് കേട്ടാ മതി കേട്ടോ. ഒരു കോട്ട് സൂട്ട് കല്യാണത്തൊക്കെ നിക്കുന്നുണ്ടോ? മറ്റു ഭാഗത്ത് ഭർത്താവ് നിൽക്കുന്നല്ലേ അത്? സൂസന്റെ ഭർത്താവ് വാസുവിനെ ഇങ്ങോട്ടൊന്നും ഒരു സാധനം തരായിരുന്നു. ഓ വരാം. എങ്ങോട്ട് വരണം? കുറച്ച് പട്ടമല്ലോ ഉണ്ടോ എടുക്കേ? ആന പട്ട വെക്കണേ സാമാനത്തിന് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതൊക്കെ വായിക്കാൻ തുള നിറച്ചു കൊടുക്കണം. ഇവിടെ പട്ടയും ഇതും വെക്കണല്ല, നമ്മള് ഇവിടെ ഗ്യാങ് വെച്ചിരിക്കണം, മനസ്സിലായ? അതിന് വയറ് നിറച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഗ്യാങ് ഹൗസ് അപ്പി ഇട്ടെന്ന് പറഞ്ഞ് അത് കോരിക്കാനല്ലേ എന്നെ കൊണ്ട് കോരണ്ട വരും. കൊക്കിനെയും കൊളയട്ടയും അച്ചിപ്പട്ടിയും കൊണ്ടുവരുമ്പോ ഇതൊക്കെ നോക്കേണ്ടി വരും. ഞാൻ എന്താ വരുത് ആനയുടെ കുറുപ്പിന്റെ ശബ്ദം ഒരുപോലെ ഒന്ന് കേട്ടോ. ഇവിടെ എല്ലാരും എന്താ സ്കൂളോട് എന്തോ തരാനുള്ളത്? അല്ലല്ല തന്നു പെരിയപ്പയുടെ നമ്പർ ആയിട്ട് എന്താ പെരിയ മാമിയുടെ കയ്യിലില്ലേ? മനസ്സിലുണ്ടല്ലോ, വല്ലവന്റെ ഭർത്താവിന്റെ നമ്പര് മനസ്സിലുണ്ട്. ഒരു സെക്കൻഡ് സെന്റിമെന്റ് സർക്കിൾ പ്ലീസ്. സെന്റിമെന്റ് സർക്കിൾ ഇപ്പൊ വരാവേ, 1 മിനിറ്റ്. നമ്മളുടെ സെന്റിമെന്റ്സ് കേട്ടോണ്ടിരിക്കലല്ലേ എല്ലാരും. എന്തിയടാ? ഹലോ അല്ല, ഫ്രണ്ടിൽ വിളിച്ച എന്തിനാ? ഹലോ ഈ പുള്ളിയെ പരിചയമുണ്ടോ?
ലാസ്റ്റ് കണ്ടത് റിക്രൂട്ട്മെന്റിന് കൈ പിടിച്ചോണ്ട് വന്നതാ ഞാനിവിടെ. നമ്മുടെ ചെറുക്കന്റെ ബർത്ത്ഡേ അല്ലേ ഇന്നൊന്നില്ല പിന്നെ എന്നാ വരുന്നേ? എന്നെങ്കിലും വന്നല്ലോ, നന്ദിയുണ്ട്, നന്ദി. ഡീലുണ്ടത് ഞാൻ മുടക്കാത്തതൊക്കെ അല്ല മുടക്കത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എടാ 047 നിന്റെ നമ്പറാണോ മോന്റെ നമ്പറാണോ? സൂര്യബോസിന്റെ എടാ സരക്കും അവരൊക്കെ എന്ത് ചെയ്യും? അവര് ഇല്ല, അവര് ഇവിടെ അകത്തോട്ട് വരാന്ന് പറഞ്ഞു. ദാ വരണം പറഞ്ഞു. ആനയുടെ പിന്നാലെ ആണല്ലോടാ. ഇഷ്ടപ്പെട്ട എനിക്കറിയത്തില്ല. നിനക്കിതിന്റെ പിണ്ടം വേണമല്ലോ. അമ്പത്തിരാതുകാരനല്ലേ കൊരങ്ങ നീ എന്താ നടക്കണ? അല്ലണ്ണ അവനാ ഇതിന്റെ ആശാൻ. ഒരു വീട്ടില് 2 കൊമ്പൻ മതി അല്ലേ വാസമ്മ? പിന്നെ അല്ലാതെ പണ്ടൊരു കൊമ്പാച്ചനെ അറിയായിരുന്നു. This DD's establishment of a school is made this day by and between Mrs. Elikutti and Mr. Parindu Vasu, the owners. Whereas Elikutti and Mr. Parindu Vasu desires to establish a school to be known as Eli Vidyalaya for the purpose of giving proper education for the children in Excellent City. Now, therefore, in consideration of the premises and mutual agreements contained, then the parties agrees as follows: establishment of the school. ഞാൻ പണിഞ്ഞു വെച്ചത്. Mr. Parindu Vasu hereby establish and maintain the school as known as ownership. Mrs. Elikutti and Mr. Parindu Vasu shall be sole owners of the school. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 ഓല വെട്ടി തരണം ആനയ്ക്ക് കൊടുക്കാൻ. 2 ഓല എടുക്കോ? എങ്ങനെ പോന്നോ? നമുക്കേ ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്തൊക്കെയോ പൊട്ടുന്നുണ്ട്. എലി ഒരു സെക്കൻഡ് ഒന്ന് വരൂ. ഞാൻ കത്തിപ്പോയി സൂസന്റെ ഭർത്താവേ, എന്താ ഇത്ര നാൾ എന്നോട് ഇത് പറയാഞ്ഞേ? സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നിട്ട് ഞാൻ ഇനാഗുറേഷന്റെ അന്ന് തരാനിരുന്നയാ. പ്ലാൻ എല്ലാം ഓക്കെ ആയിരുന്നേ, പക്ഷേ അതിനകത്ത് എന്റെ ഒപ്പം എവിടെ നിന്ന് വന്നു? ഇല്ല, ഒപ്പല്ലാതെ ഞാൻ അടിയിൽ ഒന്നോട്ട് പേര് എഴുതി ഉറപ്പിച്ചതാ. കണ്ടില്ല, മിസ്റ്റർ പരുന്ത് എഴുതിയേക്കുന്നത്. ഒപ്പിട്ടില്ല. കളറൊപ്പം എനിക്ക് അറിയത്തില്ലെങ്കിൽ എന്നെ ഞാൻ എല്ലാം എടുത്തോണ്ട് പോയാല് ശശി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്, മനസ്സിലായ? ഒരു പ്രൈവസി പോലും ഇല്ല. ഈ കൊക്കുമുണ്ടൊക്കെ എന്ത് ഒക്കെ പറഞ്ഞ് ആനയുടെ പുറത്ത് പോയി പോ. ആനയുടെ ചെവി തിന്നു പോ. ആനയുടെ ചെവി അത് ഈ കൊക്ക് ഇപ്പൊ വൃത്തിയായി കൊടുക്കും. പോകൊക്കെ, അല്ലെങ്കിൽ AP പാപ്പന്റെ തലയിൽ പറന്നു. ആ ഒപ്പില്ലായിരുന്നു സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചേനേട്ടാ. ആ ഒപ്പില്ലായിരുന്നു ഞാൻ വിശ്വസിച്ചേനെ. അത് ഉപ്പല്ല സൂസന്റെ ഭർത്താവേ, അത് ഉപ്പല്ല. അത് പരുന്തുവാസു എന്നുള്ള പേരാണ്. നമ്മൾ 3 പേരുടെ പേരെഴുതി വെച്ചേക്കാണ് അവിടെ. ഉപ്പല്ല. ഉപ്പിടാൻ വേണ്ടിട്ട് ഞാൻ ഇതും കൊണ്ട് സീരിയലിലോട്ട് പോലെ പ്ലീസ്. നമുക്കാണെ അർജന്റായിട്ട് അവന്റെ മറ്റേ പരിപാടികളും കാര്യങ്ങളും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ ഇനി ഒരു സീരിയൽ കണ്ടു തീർത്തതിന് ശേഷം അങ്ങോട്ട് പോകാനുള്ള സമയം ഇല്ലാത്തോണ്ടാ. വാ, ഒരു 5 മിനിറ്റ് പരസ്യം പ്ലേ ചെയ്തേരെ. സാധാരണ അങ്ങനെയാണ്. എനിക്കൊന്നും കേൾക്കാൻ വയ്യേ. ഹലോ,
നോ നോ അണ്ണാ അണ്ണാ സരക്കണ്ണാ എന്താ ഹലോ സിറ്റി കത്തേഷ് ഇരിക്കുന്നോ ഇല്ലേ? ബാബു ഞാൻ പറഞ്ഞ കേക്കാവോ? ആ വിടും. നമ്മള് രണ്ടുപേരും സിറ്റിയിൽ കത്താത്തത്. ഞാനും ഒരുപാട് മിസ് ചെയ്തില്ലേ. ബാബു മുടിഞ്ഞു പോണേ ദൈവമേ ഇവനൊക്കെ. മുളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കുന്നും വരം കുരുകുരുന്നു കുമ്പിളി ലേകിടാൻ തനിവാർന്ന സാന്ത്വനം നീല പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ മിഴിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോൽ നീ അരികിൽ നിൽപ്പൂ തഴുകാം കാന്തമാ. അളിയ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അളിയ. ഒരുപാട് നാള് നീ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഓൾ ടൈം. അന്നത്തെ പണ്ട് പരിചയപ്പെട്ട TIK ഡ്രീമർ തൊട്ട് ഇന്നത്തെ ചന്ദ്രബോസ് വരെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അളിയ ഹാപ്പി ബർത്ത്ഡേടാ. ഹലോ 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 വണ്ടിയിലേക്ക് കിടക്കാം. ചന്ദ്ര കേക്കുന്നില്ലേ? നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുന്ന പറച്ചില് കേട്ടോ അവൻ. എന്തൊക്കെ പറയുന്നുണ്ടാ നമ്മളൊന്ന് മാറിപ്പോ കണ്ടോട്ടാ. നമ്മുടെ ഫാമിലി ഫുള്ളായി നോക്ക്. ഫാമിലി ഫോട്ടോ എടുക്കട്ടാണോ വെയിറ്റ്? നീ നിന്റെ തന്റെ മോനെ നിക്കുന്നിടത്ത് ഞാൻ മാറിക്കാം. അന്നേരം ഇപ്പൊ കറക്റ്റ്. ആ ഇപ്പൊ കറക്റ്റ്. ഹലോ കേക്കോ ഇപ്പൊ കേക്കോ? എടേ എന്താ പറയാ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ലൈക്ക് എന്താ പറയാ എല്ലാരും ജസ്റ്റ് ഒന്ന് ഇരുന്ന് സംസാരിച്ച ആ ഒരു ഇതായിരുന്നു എനിക്ക്. ഇത്ര മനസ്സിലായില്ല, ഇത്രയും സെറ്റപ്പ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എല്ലാരും നമ്മള് എല്ലാം സംസാരിക്കുന്ന ആ ഒരു വീട്ടിലായിരുന്നു. ആ സിറ്റുവേഷൻ പലതായതുകൊണ്ടായിരിക്കും അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ അതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബർത്ത്ഡേക്ക് ഇത്രയും അടിപൊളിയാക്കിയതിന് എല്ലായിടത്തും ഭയങ്കര താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ കുറച്ച് ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ എന്റെ മനസ്സ് ഫുൾ ഇപ്പൊ ഹാപ്പിയാണ്. അതായത് എന്താ പറയാ, അത് ഞാൻ ഇന്ന് ഗാംഗോസി വന്നിട്ട് അസന്റെ അടുത്ത് ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു, എന്നാ എനിക്ക് അവരോട് ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ്. അല്ലാതെ എനിക്ക് എന്തൊക്കെ വന്നാലും എനിക്ക് ആ ഒരു ലൈക്ക് മിസ്സിങ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞപ്പോ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാംഗോസിന്റെ വണ്ടി നിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് സത്യം പറയല്ല എന്റെ കയ്യിൽ നിന്ന് പോയി അളിയ. അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക്. എല്ലാം ശരിയായി, എല്ലാം പഴയതുപോലെ തന്നെയാണ്. നിങ്ങള് കുറച്ച് മാറി നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പഴയത് പോലെ തന്നെയാണ് മനസ്സിൽ. എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ്. താങ്ക് യു വന്നതില് എല്ലായിടത്തും. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ ഗൈസ്.
പറഞ്ഞല്ലോ പിന്നെ അതുകൊണ്ടായിരിക്കും വരാത്തെന്നുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും സുനിമോ ഇന്നലെ തൊട്ടേ പാട്ട് പാടണമെന്ന് പറഞ്ഞ് മറ്റേ പാട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കും. ഇവിടെ ഡിമനില് മറ്റേ അവര് പരിപാടി സെറ്റ് ചെയ്യല്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അവിടെ നിക്കുവായിരുന്നു. ഓക്കെ അവിടുത്തെ പരിപാടി നാളെ ആണോ? നാളെ അവിടെ അപ്പൊ അതങ്ങനെ. ഓക്കേടാ ഓക്കെ എന്തായാലും വന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കേടാ ഓക്കെ ശരി ശരി. എന്തൊക്കെയുണ്ട് വിശേഷം? കടാപ്പേ കണ്ണാപ്പി വെള്ളടിച്ച് വയറ്റി കിടക്കണം. എനിക്ക് പോടാ. പാട്ടിട്ടപ്പോ കത്തുന്നു. വാ 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 ഇത് കള്ളുടിച്ചൊന്നും ആവില്ല. ഫോർമലായി പോയണ എടാ ഞാൻ എന്ത് പറയാനാടാ, ഞാൻ വേറെ എന്ത് പറയാനാ, നിങ്ങൾ തന്നെ പറ. തത്സമയം നോക്കിട്ട് എവിടെ നീ മനസ്സിലാവണല്ലേ. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണോ?